ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BNMന്റെ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോന്ന് വ്യത്യസ്ത സീരീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. മാക്സിമം ഒരു 10 മിനിറ്റ്, അതാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പോകുന്നില്ല, പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോവാണ്. ഒന്നാം ചാപ്റ്ററിലെ ഒരു പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 5 മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ക്വസ്റ്റ്യൻ. സോൾവ്, ജസ്റ്റ് വെയിറ്റ്, ഇതാണ് സോൾവ് ദ ഇക്വേഷൻ x² 7x = 60 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരെ സൊല്യൂഷനിലേക്ക് പോവാണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസറിലേക്ക് പോവാണ്. x² 7x = 60 എന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ മെയിൻ ഫോമിലേക്ക് മാറ്റണം. എന്താണ് മെയിൻ ഫോം? നമുക്കറിയാം, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ മെയിൻ ഫോം എന്ന് പറയുമ്പോൾ ax² + bx + c = 0. ഇത് പ്ലസോ മൈനസോ കൊണ്ടൊക്കെ മാറ്റം വരാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഇക്വേഷനിൽ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ax² എന്നുള്ളതിന് ഇതവിടെ x² വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന് മുമ്പിൽ a ആണ്. a ക്വസ്റ്റ്യനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് തൽക്കാലം അവിടെ 1 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. bx എന്നുള്ളതിന് ഇവിടെ എന്തുണ്ട്? 7x അതുപോലെ ഉണ്ട് അല്ലെ? ഇനി പറയുന്നത് c എന്നുള്ളത് നമുക്ക് ഈ ആൻസർ എടുക്കാൻ പറ്റും. എന്നിട്ട് 0, ഈ ഒരു ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലേക്ക് നമ്മൾ ആദ്യം മാറ്റണം. അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. ആദ്യം ജനറൽ ഫോമിലേക്ക് മാറ്റുക. എന്താണ് ജനറൽ ഫോം? ax² + bx + c = 0 എന്ന ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ ഇതെങ്ങനെ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് ചേഞ്ച് ചെയ്യുക. അപ്പൊ ഉദാഹരണം ജസ്റ്റ് ഞാൻ പറയാ, a+1 + 1 = നമുക്കറിയാം 9 എന്നല്ലേ? ഇതേപോലെ നമുക്ക് ഇത് വരുമ്പോൾ വേറൊരു ഉദാഹരണം എടുക്കാം. a+1 = 8 എന്നുള്ളത് നമുക്ക് ഇതേ ഫോമിലേക്ക് മാറ്റാൻ ക്വാഡ്രാറ്റിക് അല്ലാത്ത സമയത്ത്, ക്വാഡ്രാറ്റിക് പിന്നെ വരാം, ക്വാഡ്രാറ്റിക് അല്ലാത്ത നമ്മൾ നോക്കുക. a+1 = ഇപ്പുറത്തുള്ള സാധനം ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ +8 എന്താവും? -8 എന്താവും? = 0 അല്ലെ? 7 8 നമ്മൾ 8 8 കുറച്ചാൽ 0 എന്നല്ലേ? ആ ഫോമിലേക്ക് നമുക്ക് യഥാർത്ഥ എക്സാക്ട് ഫോം ഇല്ലെങ്കിൽ ആ ഫോമിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആ രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന രീതിയാണ് ഈ കാണുന്നത്. x² + 7x - 60 = 0. ഇപ്പൊ നമ്മുടെ ജനറൽ ഫോം വന്നോ? ജനറൽ ഫോം നമ്മൾ എന്താണ്? ax² + bx + c = 0. ഇവിടെ x² ഉണ്ട്, bx-ന് 7 ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ എക്ക് എന്താ ഉള്ളത്? എക്ക് നിലവിൽ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്കറിയാം x² ഇതേ ആൻസർ കിട്ടണമെങ്കിൽ 1 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 1 മൾട്ടിപ്പിൾ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആ ഒരു മെയിൻ ജനറൽ ഫോമിലേക്ക് മാറ്റാം? a എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 1 ആണ്. b എന്ന് പറയുമ്പോൾ bx അല്ലേ? നമ്മുടെ ജനറൽ ഫോർമുല ഒന്ന് നോക്കുക. ax² + bx + c = 0 എന്നല്ലേ? അവിടെ എന്റെ പകരം അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നല്ലത് എന്താണ്? 1 ആണ്. അതുകൊണ്ട് 1 എടുത്തു. bx എന്ന് പറയുമ്പോൾ 7x ആണ്. അപ്പൊ b എന്താണ്? 7 ആണ്. c എന്ന് പറയുന്നത് നമുക്ക് ഈ ഏരിയയിൽ കണ്ടില്ലേ? പ്ലസ് മൈനസുകൾ നോക്കണ്ട. സി എന്ന് പറഞ്ഞ ഈ ഒരു ഒറ്റ ഫോം കണ്ടില്ലേ? 60 ഉണ്ട്. ആ രീതിയിലേക്ക് ഇതിനാദ്യം എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, രണ്ടാമത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല നമ്മൾ കൃത്യമായിട്ട് ഇനി എക്സ് കാണണം. എക്സ് കാണുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എക്സ് കാണാൻ വേണ്ടി നമ്മുടെ ഈ ഫോർമുല ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. x = എന്താണ്? -b + or -√(b² - 4ac / 2a എന്നുള്ളതാണ്. -b, ഇവിടെ b എന്ന് പറഞ്ഞ 7 ആണ്. അപ്പൊ -b എന്ന് പറയുമ്പോൾ -7 എന്നുള്ള വരും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഈ -7 വന്നിട്ടുള്ളത്. ഇനി b² എന്ന് പറയുമ്പോൾ എന്താണ്? 7ന്റെ സ്ക്വയർ. അത് നമ്മളിവിടെ എഴുതി. -4ac എന്നുള്ളതിന് -4, ഇതാ -4 ഇവിടെ വന്നിട്ടുണ്ട്. ഇൻറ്റു ac എന്നുള്ള a1 ആണ്, ഇൻറ്റു 1 ഇട്ടു. c -60 ആണ്, ഇൻറ്റു -16 ഇട്ടു, / 2 ചെയ്തു. ഈ രീതിയിൽ ആൻസറിലേക്ക് വന്നു. ഇനി നമ്മൾ അതിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് വരിക. -7 അതുപോലെ തന്നെ കൊടുത്തു. 7² എന്ന് പറഞ്ഞാൽ 49 ആണ്. പിന്നെ -4 × 1
ഇൻറ്റു -60 എന്ന് പറയുമ്പോൾ എന്താണ് -1ഉം -4ഉം തമ്മിൽ അല്ല -1ഉം 4ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ -4 -4ഉം -16 ചെയ്യുമ്പോൾ +40 240 കാരണം മൈനസും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ എന്താ വരിക പ്ലസ് ആ വരിക അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ അപ്പൊ ആൻസറിലേക്ക് വരുമ്പോൾ -7 ± സ്ക്വയർ റൂട്ട് ഓഫ് 49 + 240 / 2 എന്നുള്ള രീതിയിലേക്ക് വന്നു നമുക്കറിയാം നാളെയാണ് എക്സാം നിങ്ങൾക്ക് എൻ്റെ വോയിസ് സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലേ ബാക്ക് ഓപ്ഷൻ ചെറുതാക്കി കാണിച്ചാൽ മതി ഇത് റിവിഷൻ വീഡിയോ പോലെയാണ് ചെയ്യുന്നത് പ്ലേ ബാക്ക് ഓപ്ഷൻ 0.5 ചെയ്തിട്ട് കേൾക്കാട്ടോ ഓക്കെ അപ്പൊ ഇനി അടുത്തത് എന്താണ് ഈ ആൻസറിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ +or- ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് കണ്ടോ ഇവിടെ -b +or- ഉള്ളതുകൊണ്ട് പ്ലസ് ഇട്ട് ചെയ്തു അതേപോലെ തന്നെ ഇവിടെ +or- ആയതുകൊണ്ട് ഇവിടെ മൈനസ് ഇട്ട് ചെയ്തു ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 ആൻസർ വരും 2 ആൻസർ ഇവിടെ അപ്ലൈ ചെയ്താലും ഈ മെയിൻ ഇക്വേഷനിൽ 2 ആൻസർ അപ്ലൈ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും ഓക്കെ അപ്പൊ -7 + 17 / 2 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ് ഈ രീതിയിൽ ആൻസർ വരും ഫൈനൽ ആൻസർ നമുക്ക് അതിലേക്ക് എത്താവുന്നതാണ് എന്താണ് ഫൈനൽ ആൻസർ -7ഉം 17ഉം ചെയ്യുമ്പോൾ 10 കിട്ടും 10 / 2 ചെയ്യുമ്പോൾ 5 അല്ലെങ്കിൽ -7ഉം 7ഉം -7 -7 എന്ന് പറഞ്ഞാൽ അത്ര -24 -24 / 2 ചെയ്താൽ -12 ഈ 2 ആൻസറും ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എക്സിന്റെ ഏരിയയിൽ അപ്പൊ ഫൈനൽ ആൻസർ ഇതാണ് 5 മാർക്കിന് പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് ഇത് 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അല്ലെ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഗുഡ് ബൈ